ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ കുറേ ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. പിന്നെ വയനാട്ടിലത്തെ ആ വിവരമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, പത്രത്തിലൂടെയൊക്കെ. അപ്പോൾ ആ ഒരു ജഗപുകയാണ് എല്ലാവർക്കും. പിന്നെ നമുക്കിവിടെ കാറ്റടിക്കുമ്പോഴും മഴ പെയ്യുമ്പോഴൊന്നും ഇപ്പോൾ ഒന്നൊന്നല്ലാന്ന് തോന്നുകയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോൾ. പിന്നെ അതുമല്ല, ഈ മഴേൻ്റെ ഇപ്പം എന്താണ് ഈ താഴ്ന്ന പ്രദേശത്ത് താമസിക്കുന്നവരുടെ കാര്യമൊക്കെ ഭയങ്കര കഷ്ടത്തിലാണ്. നമുക്ക് കുറച്ച് വെള്ളം മുറ്റത്ത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്തോ അതോ ഇതെന്താണെന്നൊക്കെ. പക്ഷേ എല്ലാവരുടെ കാര്യങ്ങളും ആലോചിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു ടെൻഷനും ബേജാറൊക്കെ തന്നെയാണ്. സഹായിക്കാൻ കഴിയുന്നവരൊക്കെ സഹായിക്കുക, എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. പിന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ പറയാൻ. പിന്നെ അവിടെ എത്ര ഇടിയും മഴയൊക്കെ പെയ്താലും നമ്മളവിടെ അങ്ങനെ കറങ്ങിക്കൊണ്ടേ നിൽക്കുള്ളൂ കേട്ടോ. അത് വേറെ കാര്യം. ഒരൊറ്റ ദിവസം ഒന്ന് അലക്കിടാതിരുന്നാൽ മതി. പിന്നെ ഇങ്ങനെയാണ് അവസ്ഥ കേട്ടോ. പിന്നെ മഴയായിട്ട് എവിടേക്കൊന്നും പോകാനൊന്നുമില്ല, എല്ലാവരും വീട്ടിൽ തന്നെ ഇങ്ങനെ സേഫായിട്ട് കുത്തിരിക്കുക തന്നെ. അങ്ങനെ മഴയും കാറ്റൊക്കെ ആണല്ലോ വരുന്നത്. പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ചോറും കറി ഉണ്ടാക്കുക, അലക്കുക, തിന്നുക, ഇതൊക്കെ തന്നെ പണി, വേറെ ഒന്നുമില്ല. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്നും ഒരാപത്തും കൂടാതെ ഒക്കെ ഒന്നും ആവരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടി ഉണ്ട്. കാരണം നമ്മളിവിടെ ഇപ്പോൾ നല്ല സുഖമായിട്ട് നമ്മൾ നിൽക്കുന്ന ഭാഗത്തൊക്കെ. പിന്നെ അല്ലാത്ത ഇപ്പം വയനാട്ടിലുള്ള സംഭവം ഇങ്ങനെ നമ്മളെല്ലാവരും അറിയപ്പെടാത്ത ഓരോ സ്ഥലത്തൊക്കെ വെള്ളം കയറിയിട്ടും കഷ്ടപ്പെടുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് എൻ്റെ അറിവിൽ തന്നെ ഉണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ല വിഷമങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് നല്ല സഹായങ്ങളുണ്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നൊക്കെ. അപ്പം അതൊക്കെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലോട്ട് തന്നെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. എല്ലാവരും ബുദ്ധിമുട്ടുള്ളവരൊക്കെ നല്ല രീതിയിൽ അവർ പരിഗണിക്കാനും ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട്. അങ്ങനെ 4-5 ദിവസം സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ മക്കൾ നല്ല ഹാപ്പിയാണ്. പക്ഷേ മക്കൾക്ക് അറിയില്ലല്ലോ ഇതിൻ്റെ എന്തൊക്കെയാണ് അവസ്ഥകൾ എന്നുള്ളത്. കുഞ്ഞു മക്കൾക്കൊന്നും അറിയില്ലല്ലോ. അവർ നല്ല ഹാപ്പി ആയിരിക്കും. എന്തായാലും മഴക്കൊക്കെ ഒരു ശമനം ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പം സ്കൂളൊക്കെ തുറന്ന് മക്കളൊക്കെ പോകുമ്പോഴും ഒക്കെ ആണല്ലോ നമുക്കൊരു റാഹത്താവൽ. പിന്നെ ഈ ഒരു കരിവേപ്പില ഞാൻ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ, അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. നല്ല മണമാണ് കേട്ടോ, ഈ ഒരു പാത്രം തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം. പിന്നെ ഈ ഒരു പച്ചക്കറിക്ക് എന്താണ് നമ്മൾ എറണാകുളത്ത് പറയൽ മഞ്ഞക്കറിയെന്ന്. അവരോട് പച്ചക്കറി എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായില്ലേ, നമ്മളന്ന് കല്യാണത്തിന് പോയപ്പോൾ. അങ്ങനെ പിന്നെ ഇതാ തിരുമ്പുന്ന നമ്മൾ അലക്കുന്ന മായി തന്നെ നമുക്ക് പാത്രം കഴുകാനുണ്ടാവും കേട്ടോ, എന്തെങ്കിലുമൊക്കെ ജോലി കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു ഫാൻ ഇട്ട് ഈ ഒരു ഷർട്ടിന് വേണ്ടിയിട്ടാട്ടോ. എൻ്റെ മോന് എത്രയോ ഇടാനുണ്ട്, എന്നാലും എന്തെങ്കിലും ഒന്നും ഇല്ല, ഇടാനില്ലാത്ത മാതിരിയൊക്കെയാണ്. ഫാനിൻ്റെ ചോട്ടിൽ വെച്ച് അത് ഉണക്കാണ്. അതാണ് അവനക്ക് ഇടാൻ വിചാരിച്ചാൽ, അവനക്ക് എന്തെങ്കിലും ഷർട്ടോ പാൻറ്റോ അങ്ങനെ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ ഇതാ ചോറും കറിയൊക്കെ ഉണ്ടാക്കി ഞാനിങ്ങനെ ഫുൾ ടേബിൾ മേൽ കൊണ്ടുവച്ച് അതൊക്കെ ഉണ്ട്, വേ തിന്നോളി എന്ന് പറയാം കേട്ടോ. മീൻ നുണിയാനാണ് എൻ്റെ മാതിരി. പൊരിച്ച പാട് തന്നെ നമ്മൾ ഇപ്പം മീനൊക്കെ ചൂടോടെ പൊരിച്ചിട്ടാലൊക്കെ എനിക്കിങ്ങനെ തിന്നാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതങ്ങനെ നുള്ളി തിന്നാണ്. ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ വ്ളോഗിലിട്ടുണ്ടെങ്കിൽ നല്ല ചീത്തയൊക്കെ നിങ്ങളിതെല്ലാം ഇട്ടേക്കണമെന്നൊക്കെ ചോദിക്കും, അങ്ങനത്തെ ഒരു. പിന്നെ ആ ഒരു കോഴിമുട്ടൻ്റെ ഇത് കൊണ്ടുവന്ന എന്താണെന്നൊരു സംഭവം, അതാ മീൻ തിന്നാത്ത ഒരാളുണ്ട്, എൻ്റെ മോള്, അവൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിതാ വൈഫൈക്ക് ആൾ വന്നിരുന്നു കേട്ടോ അവിടെ എടുക്കാൻ. അവർ ഭയങ്കരമായി അവർ വന്ന പാടെ തന്നെ ഇല്ലായിരുന്നു. പിന്നെ തുടങ്ങി അങ്ങോട്ട് വെള്ളമൊക്കെ നിന്ന് ഇവിടെ. അപ്പോൾ അവർ തിരിച്ചു പോയിട്ടോ. മഴ ചോർന്നിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ്. ഇൻഷാ അല്ലാ വരെയിരിക്കും. പിന്നെ ഞാൻ ഈവനിങ്ങിന് പാനിപൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതിൻ്റെ പൂരിയൊക്കെ റെഡിമെയ്ഡ് വാങ്ങിയാണ്. ഇതിൻ്റെ പാനീയം ഞാൻ ഉണ്ടാക്കാം കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ ഷോർട്ടിലുണ്ട്, നിങ്ങളൊന്ന് കണ്ടോക്കേണ്ടി. പിന്നെ ഇതാ ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യാണ്. അതിലേക്ക് വേണ്ടിയ ഫില്ല് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഉള്ളി വേണം, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേണം. അപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ നല്ല റേറ്റുമാണ്. പിന്നെ അതുമല്ല അങ്ങനെ വിശ്വസിച്ചിട്ട് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, ആ ഒരു ഇതിൻ്റെ പാനിയൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കുക, അവർ അറിയുന്ന വിധത്തിലൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങളൊക്കെ. അപ്പം പെട്ടെന്ന് എൻ്റെ നാത്തൂനും മോളും വന്ന്, അവർ ഒരു സർപ്രൈസായിട്ട് 2 ദിവസം നിൽക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അങ്ങനെ അതൊക്കെ നമ്മളിതങ്ങനെ ഫില്ല് ചെയ്യാണ്. അപ്പോൾ അതൊക്കെ ഇത് തിന്നാനുള്ളൊരു ഭാഗ്യമുണ്ട്, കാരണം ഇഷ്ടമാണല്ലോ ഈ സംഭവം. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.